ഇത് പ്ലാവ് നിറച്ചും ചക്കയാണ്. ഇതൊക്കെ ചീഞ്ഞിരിക്കുക. ഇത് മുറ്റത്ത് തന്നെ ആയതുകൊണ്ട് ഭയങ്കര പഴുത്ത് കഴിയുമ്പോഴത്തേന് ഇത് ചീഞ്ഞ് ഇത് വരിക്കപ്ലാവാണ്. പക്ഷേ എന്നാലും ഒത്തിരി ഒന്നും ചക്ക വേണ്ട. ഞാൻ എല്ലാവർക്കും പറിച്ചൊക്കെ കൊടുക്കും, ആവശ്യക്കാർക്കൊക്കെ. നമുക്ക് ചക്ക പറിക്കാം. ഞാൻ കുറച്ച് ചക്ക പറിച്ചിട്ടിട്ടുണ്ട്. അന്നേരത്തേനും മഴ പെയ്യാൻ തുടങ്ങി. ഇതുകൊണ്ട് ഇതൊക്കെ ചീഞ്ഞ് ഇവിടെ തിന്നാൻ ആളില്ലാത്തതുകൊണ്ട് ചക്കയെല്ലാം വെറുതെ പോവുക. ഇവിടെ എല്ലാവർക്കും തന്നെ പ്ലാവും ചക്കയൊക്കെ ഉണ്ട്. ഇനിയുണ്ട് കുറേ ചക്ക പറിച്ച് കളയാൻ. ഇതെല്ലാം ഇനി എടുത്തുകൊണ്ട് കളയട്ടെ. നമുക്ക് ചക്ക കൊണ്ടുപോയി കളയാം. ഈ മലമുകളിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വണ്ടിക്കൂലിയൊക്കെ ആവുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ടൗണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഒന്ന് കണ്ണൂർ വരെ പോകണമെന്നുണ്ടെങ്കിൽ 500 രൂപയെങ്കിലും കുറഞ്ഞതാവും വണ്ടിക്കൂലി മാത്രം, ഒരു ഭാഗത്തേക്ക് മാത്രം. തിരിച്ച് വരുമ്പോഴത്തേന് വീണ്ടും 500 രൂപ, ചിലപ്പോൾ അതിൽ കൂടുതലും ആകും. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ മലമുകളിലുള്ള ജീവിതത്തിൻ്റെ ദുരിതങ്ങളൊക്കെ. ഭയങ്കര വിഷമമാണ് ഈ മലമുകളിൽ. പക്ഷേ ജീവിക്കാൻ സുഖമാണ് കേട്ടോ, ടൗണിലുള്ള ഒരു പ്രശ്നവും ഒന്നുമില്ലാതെ. പക്ഷേ ഏറ്റവും കൂടുതലാകുന്നത് വണ്ടിച്ചെലവാണ്. അതിന് എങ്ങനെയായാലും ഒരു ദിവസം യാത്ര ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് പൈസയാവും വണ്ടിക്കൂലി തന്നെ. ഇന്ന് രാവിലെ നോക്കിയപ്പോഴത്തേനും ഒരു കൂണ്. ഇത് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പക്ഷേ ആദ്യം ഉണ്ടാകുന്ന കൂണ് കഴിക്കരുതെന്നൊക്കെ പറയുന്നു. നല്ലോണം മഴയൊക്കെ ആയിട്ടേ കഴിക്കാവുള്ളെന്ന്. ഞാനിത് കഴിക്കുന്നൊന്നുമില്ല, പക്ഷേ ആദ്യം കണ്ടപ്പം ഞാനിങ്ങനെ പറിച്ചെടുത്തു. നല്ല കൂണാണ്. ചെറിയ ചാറ്റൽ മഴയുണ്ട് ഇപ്പം. മലമുകളിലെ ജീവിതമാണെങ്കിലും ഇവിടെ വരെ ബസ് വരും കേട്ടോ. രാവിലെ 6:30-ക്ക് ഇവിടുന്ന് ബസ്സുണ്ട്. പിന്നെ വൈകുന്നേരം 6:45 ഇവിടെ ബസ്സെത്തും. അവിടെ ടൗണിലേക്ക്, ഇരിട്ടിയിലേക്ക് അങ്ങനെയൊക്കെ പോകാനൊക്കെ ബസ്സുണ്ട് ഇവിടത്തേക്ക്. ഈ മരം നിറച്ചും ഒരു വെളുത്ത ഇല കണ്ടോ? ഞങ്ങളിതിനെ അമ്മ കറമ്പി മോള് വിളുമ്പി എന്ന് പറയും. അത് ഈ മരം നിറച്ചുണ്ട് കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ എല്ലാവർക്കും കൊക്കയുണ്ട്, മാവ്, പ്ലാവ്, തെങ്ങ്, എല്ലാ കൂട്ടം കൃഷികളുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ വീടുണ്ട്. ഇത് ഞങ്ങളുടെ അയൽവക്കമാണ്, മോഹനൻ ചേട്ടൻ. ഈ മാവേ നിറച്ച് മാങ്ങ. ഇത് 3ാമത്തെ ട്രിപ്പാണ് ഇത് കായ്ക്കുന്നത്. ഇത് ഞങ്ങളുടെ സ്ഥലമാണേ. ഇവിടെ ഒരു മാവുണ്ടായിരുന്നു, ഞങ്ങേട്ടൻ അതൊക്കെ വെട്ടിക്കളഞ്ഞു. ഞാനിന്ന് ഇരിട്ടി വരെ പോയി, രാവിലെ പോയി. ഇപ്പം 10 മണിയാകുമ്പോഴത്തേനും ബസ് ഇറങ്ങി. ഇപ്പം ഇവിടുന്ന് ചെളിയമ്പറമ്പിൽ നിന്ന് നടക്കുവാണ് വലിയ പറമ്പ് വരെ. ഞാൻ വണ്ടി വിളിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. കുറച്ച് ബസ് ഇറങ്ങിയിട്ട് നടന്നു. ഇവിടെ ഒരു അമ്പലമുണ്ട്.
വണ്ടിയുള്ളവരെല്ലാം വണ്ടി എടുത്ത് പോകുന്നു. വണ്ടിയില്ലാത്ത ഞാൻ നടക്കുവാണ്. എന്നെങ്കിലും ഒരു വണ്ടി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഞാൻ നടന്ന് ഇപ്പം വലിയപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഒരു 15 മിനിറ്റ് നടന്നു. കുറേ നാളായി നടക്കണം എന്ന് ഓർക്കുന്നു. എപ്പോഴും വണ്ടിക്കല്ലേ പോവുക, ഇന്ന് നടന്നു.